നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പഠനവും ധ്യാനവും ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ നീ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടായിരിക്കണമേ. വാക്കുകളെ തന്ന് ആഴമായ ആശയങ്ങളെ നീ പ്രകടമാക്കി കർത്താവെ വചനം സംസാരിക്കുവാൻ നീ എന്നിൽ കൂടെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കളിൽ അത് വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ ഹൃദയത്തിലുണ്ടാക്കി കർത്താവിങ്കിലേക്ക് തിരിയാനും കർത്താവ് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തെ അനുഭവം ഉണ്ടാകാനും മാത്രമല്ല, കർത്താവെ യേശുവിനെ രക്ഷകനായി വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിക്കാൻ തക്കവണ്ണം അവരുടെ മേൽ കൃപ ചൊരിയണമേ. അടിനെയും സംരക്ഷിക്കണമേ. എല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യങ്ങളാണ്. 12-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരരെ, 13-ാം വാക്യം, സഹോദരരെ, ഞാൻ തന്നെയും ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. പൗലോസ് പറയുകയാണ്, പൗലോസിൻ്റെ ലക്ഷ്യമുണ്ട്. അത് സ്വർഗവും നിത്യ ജീവനുമാണല്ലോ. അത് കിട്ടിക്കഴിഞ്ഞോ? ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ എന്നും ഇപ്പം പറയുകയല്ല. പൗലോസിൻ്റെയും അതുപോലെ തന്നെ ക്രിസ്തീയ വിശ്വാസികളുടെയും ഒരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം എന്നത് സ്വർഗരാജ്യപ്രാപ്തിയാണ്, അഥവാ നിത്യജീവൻ പ്രാപിക്കലാണ്. ദൈവത്തെ മുഖാഭിമുഖം കാണാനുള്ള ഒരു അവസരമാണത്. പരിപൂർണമായ ആ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റേതുമായ രാജ്യം നമ്മുടെ ഈ ലോക ജീവിതത്തിന് ശേഷം നാം പ്രാപിക്കാനുള്ളതായതുകൊണ്ടാണ് അത് കിട്ടിക്കഴിഞ്ഞു ഞാൻ പരിപൂർണനായി എന്ന് പറയാത്തത്. യഥാർത്ഥത്തിൽ കിട്ടിക്കഴിഞ്ഞതാണ്. പക്ഷെ സ്വർഗത്തിൽ ചെന്ന് അനുഭവിക്കുന്ന അനുഭവം ഈ ഭൂമിയിൽ വെച്ച് ഇല്ലാത്തത് കൊണ്ടാണ് അത് കിട്ടിക്കഴിഞ്ഞു എന്ന് ഇപ്പോഴേ അങ്ങ് പറയാത്തത് എന്ന് ചുരുക്കം. എന്നാൽ നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ നിത്യജീവനെക്കുറിച്ച് നമുക്ക് നല്ല ഉറപ്പുണ്ട്. ഒരു മാറ്റവും അതിൽ ഉണ്ടാകത്തില്ല. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പൗലോസ് ഒരു വാക്യം ഇവിടെ പറയുന്നല്ലോ. അതെന്താണ്? അത് യേശുക്രിസ്തു ഇങ്ങനെ പിടിച്ചെടുത്തില്ലേ പൗലോസിനെ? ദമാസ്കസിലേക്കുള്ള യാത്രയിൽ യേശുക്രിസ്തു തന്നെ പിടിച്ചതിനെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ സ്മരിക്കുന്നത്. എന്നാലും ഈ ഓട്ട മത്സരത്തിൽ ലക്ഷ്യം നേടുന്നതിന് ആയാസപ്പെടുന്ന ഒരു ഓട്ടക്കാരൻ മാത്രമാണ് അദ്ദേഹം എന്നാണ് പൗലോസ് പറയുന്നത്. ഈ ഓട്ടത്തെ താരതമ്യപ്പെടുത്തി പറയാൻ കാരണം അദ്ദേഹം ഗ്രീക്കുകാരനാണല്ലോ. ഗ്രീക്കിലെ ഓട്ട മത്സരം അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ടോ? നല്ല അറിവുണ്ടല്ലോ. അതുകൊണ്ടാണ് അതുമായി ഇതിനെ ഒന്ന് താരതമ്യപ്പെടുത്തി പറയുന്നത്. ഇത് സ്വന്തമാക്കി എന്ന് ഞാൻ കരുതുന്നില്ല. അതങ്ങനെ പറയാൻ ഒരു കാരണം, മാനുഷികമായ ചില അപൂർണതകൾ എല്ലാ മനുഷ്യരും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ ഞാൻ ഇത് സ്വന്തമാക്കിയെന്ന് സൂചിപ്പിക്കാത്തത്. ഈ അപൂർണത എന്ന് പറയുന്നത് മനുഷ്യർക്കെല്ലാവർക്കും ഉണ്ട്. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. സാർദീസിലെ സഭയുടെ ദൂതന് ഇങ്ങനെ എഴുതാനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതായത് അത് വെളിപാടിൽ പറഞ്ഞിട്ടുണ്ട്. 3-ാം അധ്യായം 2-ാം വാക്യം, ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ
എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. പൂർണ്ണത വന്നില്ല. അതുകൊണ്ട് നീ ഉണർന്ന് ഒന്നുകൂടെ ഉത്തേജനമെടുക്കണം എന്നാണ് ആ ദൂതന് എഴുതി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. സഭാപ്രസംഗി 7:20 ഇങ്ങനെ പറയുന്നു, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഈ ഭൂമുഖത്തില്ല. 100% അങ്ങ് പെർഫെക്റ്റ് എന്ന് പറയത്തക്കവണ്ണം ഒരാളും ഈ ഭൂമുഖത്തില്ല. യാക്കോബ് അപ്പസ്തോലൻ പറയുന്നു 3:2, നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. സംസാരത്തിൽ നിയന്ത്രണം വരുത്തുന്ന കാര്യം യാക്കോബ് ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്. ആർക്കും അവൻ്റെ പൂർണ്ണത ഇതുവരെ ആയിട്ടില്ല എന്നാണ് സൂചന. മോശയും അഹ്റോനും വലിയ ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത ആൾക്കാരാണല്ലോ. മോശ ഇസ്രായേലിൻ്റെ നേതാവായിട്ട് പ്രവാചകനായിട്ടൊക്കെ എടുത്ത ആളാണ്. അവരെക്കുറിച്ചും ബൈബിൾ എന്താണ് പറയുന്നത്? സംഖ്യ 20:12 പറയുന്നു, കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഇതാണ് മെരിബായിലെ ജലം. അവിടെ വെച്ചുണ്ടായൊരു കലകത്തിൻ്റെ പേരിലാണ് കർത്താവ് ആ ഒരു അനുഗ്രഹം അവർ കൊടുക്കാതിരുന്നത്. സോളമൻ ബുദ്ധിമാൻ, വലിയ രാജാവ്, അദ്ദേഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു വാചകം 1 രാജാക്കന്മാർ 3:3, സോളമൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചു, അങ്ങനെ കർത്താവിനെ സ്നേഹിച്ചു. എന്നാൽ അവൻ പൂജാഗിരികളിൽ ബലിയർപ്പിച്ചു, ധൂപാർച്ചന നടത്തി. രണ്ടും കൂടെ ഒക്കത്തില്ലല്ലോ, തെറ്റുപറ്റി. ദാവീദിൻ്റെ അനുശാസനങ്ങളൊക്കെ അനുസരിച്ച് നല്ലത് തന്നെ, പക്ഷേ ഇപ്പുറത്ത് വന്ന് പൂജാഗിരികളിലും അങ്ങ് ധൂപർപ്പിക്കുക. പിന്നെന്താണ് പ്രത്യേക വിശ്വാസം ഉണ്ടെന്ന് പറയുന്നതിൻ്റെ? അവിടെയും തെറ്റുപറ്റി. യോന പ്രവാചകനെക്കുറിച്ച് നമുക്കറിയാം. യോന പ്രവാചകൻ നിനവയിലേക്ക് പോയി അതിനെ അവിടെ എതിരായിട്ട് വിളിച്ചു പറയാൻ ദൈവം ഏർപ്പെടുത്തിയ പ്രവാചകനാണ്. കർത്താവ് യോനായോട് അരുളി ചെയ്തപ്പോൾ യോന എന്ത് ചെയ്തു? താർഷീസിലേക്ക് അങ്ങോടിപ്പോയി. നിനവയിൽ പോകാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാതെ താർഷീസിലേക്ക് ഓടി. യോനായുടെ പുസ്തകം 1:3-4 വാക്യങ്ങളിൽ. അങ്ങനെ താർഷീസിൽ ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാമെന്ന് അവൻ കരുതി. എന്നാൽ കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റ് അയച്ചു. കടൽ ക്ഷോഭത്തിലെ കപ്പൽ തകരുമെന്നായി. കപ്പൽ യാത്രക്കാർ പരിഭ്രമിച്ചു പോയി. ലോകത്തിൽ ആർക്കെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടാൻ ഒക്കുമോ? അങ്ങനെ ഒരു സങ്കേതം ഉണ്ടോ? യോന ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ അങ്ങനെയൊക്കെ അങ്ങ് ഭയപ്പെട്ട് ചെയ്തു പോയി. യേശുക്രിസ്തു സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ് യേശുവിൻ്റെ അനുഗാമിയായി തീർന്നു. അനുഗാമികൾക്ക് ഒരു ഗുണമുണ്ട്, ചില വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ആത്മീയമായ ജ്ഞാനം ലഭിക്കും. കർത്താവിനെ അനുഗമിച്ചാൽ മതി, ഇതെല്ലാം ലഭിക്കും. ഹോശിയ 6:3 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. രണ്ടാമത്തെ ഒരു വാഗ്ദാനം, ആത്മീയമായൊരു പ്രകാശം നമുക്ക് ലഭിക്കും. യോഹന്നാൻ 8:12 പറയുന്നു, യേശു വീണ്ടും അവരോട് അരുൾ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും.
മൂന്നാമതൊരു വാഗ്ദാനം, യേശുവിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കും. യോഹന്നാൻ 10:27 പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. നാലാമത്തെ ഒരു വാഗ്ദാനം, സ്വർഗീയമായ ചില ബഹുമതികൾ നമുക്ക് ലഭിക്കും. യോഹന്നാൻ 12:26 പറയുന്നു, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. പൗലോസ് തൻ്റെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്താണ്? പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നേറുന്നു. ഞാൻ അങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് പൗലോസ് പറയുന്നത്. ഒരു ലക്ഷ്യം, നമുക്ക് ഒരു ലക്ഷ്യം മതി. പല ലക്ഷ്യത്തിലോട്ട് പോയാൽ പലതും നടക്കത്തില്ല. ഒറ്റ ലക്ഷ്യം, അത് സ്വർഗരാജ്യം, നിത്യജീവൻ. ആ ഒറ്റ ലക്ഷ്യത്തിലേക്ക് അങ്ങ് ലക്ഷ്യം വെച്ച് അങ്ങ് ഓടിയാൽ മതി. പൗലോസ് പറഞ്ഞു, ഞാൻ ബാക്കി എല്ലാം മറന്നു കളയുക, പിന്നിലാക്കി അതങ്ങ് മറന്നു. എനിക്ക് മുന്നോട്ടൊറ്റ ലക്ഷ്യം. സങ്കീർത്തനം 27:4 ഒരു കാര്യം കർത്താവിനോട് ഞാൻ അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതമാരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഇത് ദാവീദ് രാജാവ് തൻ്റെ പ്രാർത്ഥനയാണ്. എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് കർത്താവിനോട് സംസാരിച്ച് അത് ആസ്വദിക്കണം. എനിക്ക് ഒരു കാര്യം മാത്രം, എല്ലാം കൂടെ ആയാൽ ഒക്കത്തില്ല. ഒരു കാര്യം മാത്രം കുറവുള്ള ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. യേശു പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരുവൻ യേശുവിനോട് ചോദിച്ചു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എല്ലാവർക്കും ഉള്ളൊരാഗ്രഹം അതാണ്. നിത്യജീവൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കെല്ലാം ആഗ്രഹം. അത് പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഒന്നും ചെയ്യണ്ട, നീ യേശുവിനെ രക്ഷകനായിട്ടങ്ങ് വിശ്വസിച്ച് അതങ്ങ് ഏറ്റു പറയാവോ? അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് തന്നെ ചെയ്താൽ രക്ഷ പ്രാപിക്കും. ഇപ്പം ഇദ്ദേഹം വന്ന് ചോദിക്കുന്ന, കർത്താവേ, ഞാൻ നിത്യജീവന് വേണം, എനിക്ക് ഞാൻ എന്തോ ചെയ്യേണ്ടത്? പിന്നെ കൽപ്പനകളുടെ കാര്യം വന്നെങ്കിൽ ചെറുപ്പം മുതൽ കൽപ്പനകളെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട്, അതും അദ്ദേഹം പറഞ്ഞു. ഇനി എന്നോട് ഒരു കൽപ്പന നിർവഹിക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നെങ്കിൽ, അയ്യോ, അത് ചെറുപ്പം മുതൽ ഞാൻ അങ്ങ് കൽപ്പന പാലിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. മർക്കോസ് 10:21 യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം അനുസരിക്കുന്ന ഒരാളല്ലേ, അപ്പോൾ സ്നേഹപൂർവ്വമാണ് അവനെ നോക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. എല്ലാം കൊള്ളാം, പക്ഷെ ഒരു കുറവുണ്ട്. ഈ ഒരു കുറവുണ്ടെങ്കിൽ കയറാനൊക്കുമോ? കയറത്തില്ല. അതാണ് എൻ്റെ കുഴപ്പം. നിനക്ക് ഒരു കുറവുണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അയാൾക്ക് ഒരു കുറവുണ്ടെന്ന് പറയുന്നത്, അയാൾക്ക് സമ്പാദ്യം എല്ലാം ഉണ്ടാക്കി ഇങ്ങനെ കൂട്ടിവെച്ച് അതിൽ ഹൃദയം അങ്ങോട്ട് പതിഞ്ഞിരിക്കുക. അതുകൊണ്ട് നീ പോയി എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നെ അനുഗമിക്കുക. അതാണ് എൻ്റെ ഒരു കാര്യം. നീ എന്നെ അനുഗമിക്കുക, വിറ്റിട്ട് വന്നാൽ മതി, എന്നെ അനുഗമിക്കുക. പിന്നെ യേശു ഒരാളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. അത് നമുക്ക് ആരോടാണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കാം. മാർത്ത, മറിയം സഹോദരികൾ യേശുവിനെ തങ്ങളുടെ ഭവനത്തിൽ സ്വീകരിച്ചു. ഭക്ഷണമൊക്കെ കൊടുക്കണം.
മറിയം വന്നിട്ട് കർത്താവിൻ്റെ പാദത്തിങ്കലിരുന്ന് അവൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. മാർത്ത അടുക്കളയിൽ ജോലിയിൽ മുഴുകിയിരുന്നു. മാർത്ത ജോലി അടുക്കളയിലിരുന്ന് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കർത്താവിന് രുചികരമായ ഭക്ഷണം കൊടുത്ത് ആതിഥ്യൻ മര്യാദകൾ പാലിക്കാൻ വേണ്ടിയാണ് അവളത് ചെയ്തത്. പക്ഷേ മറിയം യേശുവിൻ്റെ പാദത്തെങ്കിലിരുന്ന് ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുക. അവൾ കൂടുതൽ ധ്യാനാത്മകമായൊരു ജീവിതം നയിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ അവസരത്തിൽ മാർത്ത വന്ന് യേശുവിനോടൊരു കാര്യം പറയുക, ഗുരു, എൻ്റെ സഹോദരി എന്നെ തനിയെ അടുക്കളയിലെ ജോലിക്ക് വിട്ടിരിക്കുന്നു, അത് നീ കാണുന്നില്ലേ? എന്നെ ഒന്ന് സഹായിക്കാൻ അവളെ ഒന്ന് പറഞ്ഞയക്കുക. യേശു കൊടുത്ത മറുപടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൂക്ക 10:41-42 വാക്യങ്ങൾ. മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയും ആയിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗ്യം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവിടിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. കർത്താവ് പറഞ്ഞതിൻ്റെ ആ സംഗതിയുടെ ആഴം നമ്മൾ ധ്യാനിച്ചങ്ങ് ഗ്രഹിച്ചോണം. എന്നാലും വാക്യം അനുസരിച്ചൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം. മാർത്തയോട് പറയുക, മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥതയുമായിരിക്കുന്നു. ഇത് മാർത്തയെക്കുറിച്ച് മാത്രമല്ല. സത്യത്തിൽ നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് നമ്മളൊന്ന് ആത്മശോധന ചെയ്ത് ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. നമ്മൾക്ക് പലതിനെക്കുറിച്ച്, ഒന്നിനെക്കുറിച്ചല്ല, പലതിനെക്കുറിച്ച് ഉത്കണ്ഠ നിറഞ്ഞിരിക്കുക, അസ്വസ്ഥരായിരിക്കുക, ഹൃദയത്തിൽ അസ്വസ്ഥത, ഉത്കണ്ഠയും അസ്വസ്ഥതയും. ഒരു കാര്യത്തെക്കുറിച്ചല്ല, പല കാര്യങ്ങളെക്കുറിച്ച്. അല്ല, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഏത് തരം കാര്യങ്ങളാണ്? ഈ ലോകസംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് അസ്വസ്ഥരാകുന്നത്, ഉത്കണ്ഠാകുലരാകുന്നതും. പല കാര്യങ്ങളിലങ്ങ് മുഴുകി വിഷമിച്ച് നോക്കുക. അങ്ങനെ ഉള്ള നമ്മളെല്ലാം ഒരു കാര്യം ചെയ്യണം. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞത് ശ്രദ്ധാപൂർവം കേട്ടോണം. മറിയം നല്ല ഭാഗ്യം തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ഏതാണ് എടുക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ യേശു ചൂണ്ടിക്കാണിക്കുന്ന ഈ മറിയത്തെയാണ്. പല കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, ഒന്ന് ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട്. മർത്ത തിരഞ്ഞെടുത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്. യേശുപ്പച്ചൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. അത് പല കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ടും അസ്വസ്ഥയുമായിരിക്കുന്നതാണ്. എന്നാൽ ഇപ്പുറത്ത് മറിയം തിരഞ്ഞെടുത്തത് നല്ല ഭാഗ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ ആകെ തിരഞ്ഞെടുത്തത് എന്തുവാ? യേശുവിൻ്റെ പാദത്തെങ്കിലിരുന്ന് വചനം കേട്ട് ഗ്രഹിക്കുക. നല്ല ഭാഗ്യം എന്ന് യേശു പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. യേശുവിൻ്റെ പാദത്തെങ്കിലിരുന്ന് ദൈവവചനം ശ്രവിക്കുക. വെറുതെ കേട്ടൊരു ചെവി കൂടെ മറ്റേ ചെവിയോട് പോകാനല്ല, ജീവിതത്തിൽ അനുവർത്തിക്കാൻ. ആ ഒരു ഭാഗ്യമാണ് നല്ല ഭാഗ്യം. അത് അവൾ തിരഞ്ഞെടുത്തു. അവൾ അത് തിരഞ്ഞെടുത്തു. ഞാൻ അവളോട് പറയണോ നല്ല ഭാഗ്യം നിനക്ക് എടുക്കണ്ട, നീ അങ്ങ് എഴുന്നേറ്റെന്ന് പറയാൻ നോക്കുമോ? നല്ല ഭാഗ്യം തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. നമുക്കും അനുവാദമുണ്ട് നല്ല ഭാഗ്യം തിരഞ്ഞെടുക്കണം. എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ ഉത്കണ്ഠാകുലരാകുന്നത്? നല്ല ഭാഗ്യം ഏതാണെന്ന് കണ്ട് അത് തിരഞ്ഞെടുക്കണം. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. വേറൊരിടത്ത് ഒരു അന്ധൻ കാഴ്ച പ്രാപിച്ചു. അവനിങ്ങനെ ജനങ്ങളോടിടയിൽ സാക്ഷ്യം പറയുക, ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു. അയാൾക്ക് ഒരു കാര്യം അറിയാം, അത് ഞാൻ അന്ധനായിരുന്നു എന്നുള്ളതാണ്. ജന്മനാ അന്ധനായ ഒരുവനെ യേശു സുഖപ്പെടുത്തി. അത് ഒരു ശാബത്ത് ദിനമായിരുന്നു. അന്ധനായ മനുഷ്യനെ യഹൂദർ വിളിച്ച് ചോദിച്ചു. അല്ല, അവനോട് പറയുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ മനുഷ്യൻ യേശു
ആ മനുഷ്യൻ പാപിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറയാൻ കാരണം യേശു ശാബത്തിൽ സുഖപ്പെടുത്തിയത് ശാബത്ത് ലംഘിച്ചു എന്നുള്ളൊരു ആരോപണം വരുത്തിയിട്ട് അപ്പോൾ ആ മനുഷ്യൻ ഒരു പാപിയാണെന്നങ്ങ് അവർ സ്ഥാപിക്കുകയാണ്. നീ അതുകൊണ്ട് യേശുവിനെ അല്ല ആരാധിക്കേണ്ടത്, നിനക്ക് കാഴ്ച ലഭിച്ചത് ദൈവം തന്ന അനുഗ്രഹമാണ്, അതുകൊണ്ട് ദൈവത്തെ നീ അങ്ങ് സ്തുതിക്കൂ. ഇതാണ് യഹൂദർ പറഞ്ഞു വെച്ച കാര്യം. ഇത് കേട്ടപ്പോൾ ആ അന്ധനായ മനുഷ്യൻ അന്ധനായിരുന്ന മനുഷ്യൻ പറയുകയാണ്, യോഹന്നാൻ 9:25-32 വാക്യങ്ങൾ, അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. അന്ധനായി പിറന്ന ഒരു മനുഷ്യൻ്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല. അയക്ക് ഒരു കാര്യം അറിയാമെന്നല്ല പറയുന്നത്, ഞാൻ അന്ധനായിരുന്നു. ഈ ബോധ്യമാണ് അയാളെ കാഴ്ചയിലേക്ക് കൊണ്ടുവന്നത്. അന്ധരായിരുന്നവർ കാഴ്ച പ്രാപിക്കാൻ, അതിനാണല്ലോ യേശു വന്നത്. ആ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ അന്ധരാണ്, എല്ലാം അറിയാം എന്നൊന്നും പറഞ്ഞ് ഭാവിക്കരുത്. ദൈവത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല, രക്ഷയെക്കുറിച്ച് അറിവിൻ്റെ ആ അറ്റത്തോടെ നമ്മൾ എത്തിയിട്ടുമില്ല. ആ മനുഷ്യൻ മുമ്പേ പറഞ്ഞൊരു മനുഷ്യനെ അയക്കും എങ്ങനെ രക്ഷ പ്രാപിക്കേണ്ടതെന്ന് അറിയേണ്ടത്, ഒരു കുറവുണ്ടെന്ന് യേശു പറഞ്ഞു വിട്ടു. നമ്മൾ വിചാരിക്കുന്നത് നമുക്കിത് അറിയാമെന്ന, ഇല്ല, അറിയത്തില്ല. നമ്മളും അന്ധരാണെന്ന് മനസ്സിലാക്കണം. യേശു അവിടെ നിന്നിരുന്ന നിയമജ്ഞരോട് ഫരീശരോട് പറഞ്ഞു, നിങ്ങൾ അന്ധരാണെന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ല. അതാണ് നിങ്ങൾക്ക് വന്ന ആ കുഴപ്പം. അന്ധരാണ് നമ്മൾ. ഒരു കാര്യം ഞാൻ അറിയുന്നു, ഞാൻ അന്ധനായിരുന്നു. ഇതെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ആന്തരിക നേത്രങ്ങൾക്ക് കാഴ്ച ലഭിക്കും. യേശുവിനെ അറിയാൻ കർത്താവ് നമ്മളെ പ്രാപ്തരാക്കും. നാം അത് സമ്മതിച്ചു കൊടുക്കണം. അറിയാം എന്ന് പറഞ്ഞാൽ ഭാവമല്ല, ഞാൻ അന്ധനാണ്, എനിക്കതറിയത്തില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ അടുത്തോട്ട് ചെന്നാൽ തീർച്ചയായിട്ടും കാഴ്ച ലഭിക്കും. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചിന്തിക്കാനുണ്ട്. അതായത് കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക, കാണുന്നില്ല. എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? അതുകൊണ്ട് ഈ സമയത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യം കൂടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. കർത്താവ് വാഗ്ദാനങ്ങളിൽ കാലതാമസം വരുത്തുന്നില്ല. നിശ്ചിത സമയങ്ങൾ കർത്താവ് വെച്ചിട്ടുണ്ട്, അത് സംഭവിക്കും. വാഗ്ദാനങ്ങളൊന്നും സംഭവിക്കാതെ പോകത്തില്ല, അത് സംഭവിക്കും. അതിൻ്റെ സമയം കർത്താവ് വെച്ചിട്ടുണ്ട്. 2 പത്രോസ് 3:8-9 പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. കർത്താവിൻ്റെ നിശ്ചിത സമയങ്ങളുണ്ട്. എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ലെന്നൊക്കെ യേശു പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ ഗ്രഹിക്കണം. എല്ലാത്തിനും സമയമുണ്ട്. ഈ യേശുവിനെ പിടിച്ചുകൊണ്ട് പോയി കൊല്ലുവാനൊക്കെ യഹൂദരൊക്കെ എത്രയോ പരിശ്രമിച്ചതാണ്, പല പ്രാവശ്യം നടന്നില്ല. കാരണം എഴുതിയിരിക്കുന്നത് അവൻ്റെ സമയം അതുവരെ വന്നിട്ടില്ല. ഇത് സമയങ്ങളുണ്ട്, അപ്പോഴാണ് നടക്കുന്നത്. വാഗ്ദാനങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ്. അബ്രാഹത്തിന് മകനെ കൊടുക്കാം, നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എണ്ണം അങ്ങ് പെരുകുമെന്നൊക്കെ പറഞ്ഞിട്ട് വാഗ്ദാനം കൊടുത്ത് പിന്നെ 100ാമത്തെ വയസ്സായപ്പോഴാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. വാഗ്ദാനം നടക്കും, നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല. കർത്താവിൻ്റെ നിശ്ചിതമായ സമയമുണ്ട്, ആ സമയത്ത് നടക്കും. കാലതാമസത്തെക്കുറിച്ച് നമ്മൾ പരിഭവിക്കേണ്ട, അയ്യോ അത് വന്നില്ലല്ലോ എന്ന് നമ്മൾ വിചാരിച്ച് വിഷമിക്കുകയും വേണ്ട, അത് നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ കാര്യവും നമ്മൾ അറിയണം. സമയത്തെക്കുറിച്ച് പത്രോസ് എടുത്ത് പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നേറണം. പൗലോസ് അങ്ങനെ എഴുതിയിരിക്കുന്നു, മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ഒരു മുന്നേറ്റമാണ് നമുക്ക് വേണ്ടത്. അത് മുന്നിൽ ഉള്ള കർത്താവിനെ ലക്ഷ്യമാക്കി നമ്മൾ മുന്നേറണം. പൗലോസിനെ പോലെ നാമും ആത്മീയമായി വളർച്ച പ്രാപിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കർത്താവ് നമുക്ക് കൃപ തരും.
ആ കൃപ നമ്മൾ സ്വീകരിക്കണം, അത് നമ്മൾ മനസ്സിലാക്കണം. ആത്മീയമായ വളർച്ചയെക്കുറിച്ച് സംബന്ധിക്കുന്ന ധാരാളം കൃപകൾ നമുക്ക് തരും. അത് നമ്മൾ സ്വീകരിച്ച് ആത്മീയമായി വളരണം. ഈ കൃപയെന്ന് പറയുമ്പോൾ ഈ ലോക സംബന്ധമായ സമൃദ്ധിയെക്കുറിച്ച് അത് ആവശ്യമുള്ളതൊക്കെ ദൈവം തരും. പക്ഷെ അത് മാത്രം പ്രതീക്ഷിക്കരുത്. എനിക്കത് തരാഞ്ഞ് എന്താ, ഈ കെട്ടിടം തരാഞ്ഞ് എന്താ, എന്നെ കാർ തരാഞ്ഞത് എന്താ, സമ്പൽ സമൃദ്ധമായ സാമ്പത്തികമായി ഉയർത്താഞ്ഞത് എന്താ എന്നൊന്നും വിചാരിക്കണ്ട. അതൊന്നുമല്ല കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ പെടുന്നത്. കർത്താവ് നമ്മളോട് പറഞ്ഞു തന്നെ എന്താ, അന്നന്ന് വേണ്ട ആഹാരം ഇന്നും നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഈ ദൈവകൃപ എന്നൊക്കെ പറയുന്നത് ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ ഫലസമൃദ്ധിയെ സംബന്ധിച്ച് നമ്മൾ മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി വേണം മുന്നേറാൻ. 2 കൊരിന്ത്യർ 9:9-10 വാക്യങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. ഇനി നമ്മൾ വളരണമെന്ന് പറയുന്നത് ക്രിസ്തുവിങ്കിലേക്കാണ് വളരേണ്ടത്. ശിരസ്സായ ക്രിസ്തുവിങ്കിലേക്ക് വളരണം. അത് നമ്മൾ ശ്രദ്ധിച്ചോണം. ഈ ശിരസിൽ നിന്ന് മാറിപ്പോകരുത്. ചിലർ വളരുന്നുണ്ട് സൈഡിലോട്ട് ഇങ്ങനെ നീങ്ങിയാൽ പോരാ. ശിരസ്സുമായിട്ടാണ് നമുക്ക് ബന്ധം. ശിരസ്സുമായിട്ട് ബന്ധമില്ലാതെ വേറെ ചില ആൾക്കാരുടെ അടുത്തോട്ട് നീങ്ങിയാൽ അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. അത് വളർച്ച പ്രാപിക്കത്തില്ല. ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ടാൽ വളർച്ച പ്രാപിക്കും. എഫേസോസ് 4:15-16 സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിങ്കിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. ഓരോ സന്ധിബന്ധത്തിനും അതതിൻ്റെ ജോലിയാണുള്ളത്. അതതിൻ്റെ ജോലി ചെയ്യുമ്പോൾ ശരീരം മുഴുവൻ ശരിയായിരിക്കും. കണ്ണ് കാഴ്ചയ്ക്കാണ്. ഇപ്പം കണ്ണിൻ്റെ ജോലി ചെവി ചെയ്യണ്ടല്ലോ. ചെവികളുടെ ജോലി കേൾവിയാണ്. ഓരോ അവയവത്തിനും അതിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ജോലികളുണ്ട്. അതങ്ങ് ചെയ്യുമ്പോൾ ശരീരം മുഴുവൻ കറക്റ്റ് ശരിയായിരിക്കുന്നു. അങ്ങനെ വേണം ചെയ്യാൻ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരുമെന്ന് പറയുന്നത് സ്നേഹത്തിൽ നമ്മൾ വളരണം. സ്നേഹം സമൃദ്ധമാകുകയും വിശുദ്ധിയിൽ ഉറക്കുകയും വേണം. 1 തെസ്സലോനിക്ക 3:12-13 വാക്യങ്ങൾ, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. നമ്മുടെ സ്നേഹം വളർന്ന് സമൃദ്ധമാകണം, കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധരോടുകൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ. കർത്താവ് വരും, വിശുദ്ധരോട് കൂടിയാണ്. വെളിപാട് വായിച്ച് നോക്കുമെന്നും മനസ്സിലാകും. അപ്പം നമ്മളും വിശുദ്ധിയിൽ ഉറപ്പിക്കപ്പെടണം. അതിന് അങ്ങനെ ചെയ്യുമാറാകട്ടെ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഒരു വിശ്വാസത്തിൽ വരുമ്പോൾ ആദ്യം ലഭിക്കുന്ന ചില അറിവുകളൊക്കെ ഉണ്ട്. ആ അറിവിൽ നമ്മൾ വർദ്ധിച്ച് വരണം. അല്ല പ്രഥമ പാഠങ്ങൾ മാത്രം ഇങ്ങനെ അത് മതി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ പോരാ. അത് വളർന്നു വരണം. ഹെബ്രായ ലേഖനം 6-1 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, ദൈവത്തിനുള്ള വിശ്വാസം, ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി, ഇവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനമിടേണ്ടതില്ല. ഇതൊക്കെ നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചപ്പം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേന് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അത് മതിയെന്നും പറഞ്ഞിരുന്നാൽ പോരാ, വളരണം. ഇത് പ്രാഥമിക പാഠങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉത്തരവുണ്ട്, പഠിക്കണം,
മരണത്തിൻ്റെ ആ നിമിഷം വരെയും നമ്മൾ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കണം. വിദ്യാർത്ഥികളാണ് നമ്മൾ ജീവിതകാലം മുഴുവനും. പിന്നെ പൗലോസ് നമുക്കൊരു നിർദ്ദേശം തരുന്നു. പൗലോസും പത്രോസും തരുന്നുണ്ട്. പത്രോസിൻ്റെ ഒരു വചനമാണ് ഞാൻ വായിക്കുന്നത്. നമ്മൾ ഈ വചനത്തെ ഒരു പാല് പോലെ കണക്കാക്കണം. പാല് കുട്ടികൾക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അത് കുട്ടികളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അത് കരയും. പാൽ കിട്ടേണ്ട സമയമാകുമ്പോഴത്തേന് കുഞ്ഞു പിള്ളേരാണെങ്കിൽ അത് കിടന്ന് കരയും. പാല് കൊടുക്കാനാണെന്ന് അമ്മമാർക്ക് മനസ്സിലാകും, പാൽ കൊടുക്കും. ഈ കുട്ടികൾ പാലിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ നമ്മൾ ഈ വചനമാകുന്ന പാലിന് വേണ്ടി ദാഹിക്കണമെന്ന് പത്രോസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 2:2-3 വാക്യങ്ങളിലേക്ക്. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവീൻ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അത് നമ്മൾ ശ്രദ്ധിക്കണം. വചനത്തിന് വേണ്ടി ദാഹിക്കാനാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് പത്രോസ് എഴുതുമ്പോൾ ഒരു കാര്യം ഇരിക്കുന്ന ആ പാല് പരിശുദ്ധവും ആത്മീയമായ പാലാണ്. ആത്മീയമായ ഒരു പാലിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. മറ്റൊരു ഒരു വിശേഷണം പരിശുദ്ധമായിരിക്കണം. നമ്മൾ പഠിച്ചു വരുന്ന വചനങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതോ തെറ്റായ കാര്യങ്ങളൊക്കെ വായിക്കുന്നതല്ല ഈ വചനം എന്ന് പറയുന്നത്. വചനം എന്ന് പറയുമ്പോൾ ബൈബിൾ മാത്രം നോക്കിയാൽ മതി. ബൈബിളിലുണ്ട് വചനം, പരിശുദ്ധാത്മ പറഞ്ഞ വചനമാണ്. കൂട്ടിച്ചേർക്കുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട. അത് പരിശുദ്ധമായ ആ വചനമാണ് നമുക്ക് വേണ്ടിയത്. കുഞ്ഞുങ്ങൾ അമ്മയുടെ പാല്, മുലപ്പാൽ കുടിക്കുന്നത് കൊണ്ട് പരിശുദ്ധമായ പാല് ലഭിക്കുന്നു എന്ന് നമുക്ക് കരുതാം. വേറെ പശുവിൻ്റെ പാലോ വല്ലതും വാങ്ങിച്ചു കൊടുത്താൽ ചിലപ്പം പരിശുദ്ധമല്ലാത്തതും കിട്ടിയെന്നിരിക്കും. അതുകൊണ്ടാണ് മുലപ്പാലിനെ ഡോക്ടർമാർ പ്രോത്സാഹിപ്പിക്കുന്നത്. കാര്യം പരിശുദ്ധമായിരിക്കണം. അപ്പം നമ്മൾ കുടിക്കുന്നത്, നമ്മൾ ബന്ധപ്പെടുന്നത് ദൈവവചനം എഴുതപ്പെട്ട ലിഖിതങ്ങളുണ്ട്, അതുമായിട്ടാകണം. അപ്പോഴാണ് പരിശുദ്ധമായിരിക്കുന്നത്. പരിശുദ്ധമായ ആ പാലിന് വേണ്ടി വേണം നമ്മൾ ദാഹിക്കാൻ എന്ന്. പിന്നീടൊരു കാര്യം, അതും പത്രോസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടങ്ങ് സംഭവിക്കുന്നതല്ല, ക്രമാനുഗതമായി സംഭവിക്കണം. ഒരു കൂണ് ഇങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ കൂണിങ്ങനെ പുരയിടത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഒന്നല്ല ആത്മീയ വളർച്ച. അത് ക്രമാനുഗതമായി വളർച്ച പ്രാപിക്കണം. ആദ്യം നമ്മൾ രക്ഷ പ്രാപിക്കുന്നതിന് വിശ്വാസത്തിൽ വരുന്നത് ദൈവം ഏതെങ്കിലും ഒരു അവസരം തരും. പക്ഷേ പിന്നെ അത് വളർച്ച പ്രാപിക്കുന്നത് ക്രമാനുഗതമായിട്ടാകണം. 2 പത്രോസ് 1:5-6-7 വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ, തുടങ്ങുന്ന വിശ്വാസമാണ്, നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപമ കൊണ്ടും സമ്പൂർണ്ണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവീൻ. വളർച്ച ഇങ്ങനുണ്ട്. 2 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൽ 5, 6, 7 വാക്യങ്ങളാണ്. അത് നന്നായിട്ട് ധ്യാനിച്ച് ഈ പറയുന്ന ഐറ്റം എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് എല്ലാത്തിനും നമ്മൾ വളർച്ച പ്രാപിക്കണം. പിന്നെ കർത്താവ് തന്നെ നമ്മളോടൊരു കാര്യം പറിച്ചിട്ടുണ്ട്. ഇടുങ്ങിയ വാതിലിലൂടെ നമ്മൾ കയറേണ്ടത്. പല വാതിലുകൾ അവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേ വാ എന്ന് പലരും പറയും. പക്ഷെ നമ്മൾ നോക്കിയാൽ മതി, ഇടുങ്ങിയ വാതിലേതാ, അതാണ് പ്രവേശിക്കാനുള്ള വാതിൽ. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കണം. രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന് ഒരാൾ ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു. യേശു പറഞ്ഞു, ലൂക്ക 13:24 വാക്യം, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേര് പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. അനേകം പേർ ശ്രമിക്കും, പക്ഷേ അവർക്ക് സാധിക്കുകയില്ല. ശരിയായിട്ട് രീതിയിൽ മനസ്സിലാക്കി പഠിച്ച് തെറ്റായ വഴിയിലോട്ട് ചരിഞ്ഞു പോകാതെ നേരെ അങ്ങ് പോയാൽ ഈ ഇടുങ്ങിയ വാതിലിൻ്റെ മുമ്പിലോട്ട് നമ്മൾ ചെല്ലും. അതിൽ കൂടെ കയറാം. വാതിൽ യേശു കർത്താവ് തന്നെയാണ്. വേറെ വാതിലുണ്ടെന്നൊക്കെ ചിലർ വിചാരിക്കും. ഇല്ല, അങ്ങനൊന്നും വാതിലില്ല. ഒരു വാതിൽ യേശു കർത്താവ് തന്നെ. നമുക്ക് അടുത്ത വചനത്തിലോട്ട് കയറാം. 3:14 വാക്യം. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു. അത് ഒരു സമ്മാനം വാങ്ങിക്കാനുള്ള ഒരു ഓട്ടമാണ്.
ഉന്നതത്തിൽ ദൈവത്തിൻ്റെ വിളിയാണത്. അത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അതിനെ ലക്ഷ്യം വെച്ച് ഓടുകയാണ്. ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ ജീവനെ പങ്കുവയ്ക്കുവാനുള്ള വിളിയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ നമുക്കൊരു ഷെയറുണ്ട്. ഇവിടെ നമ്മൾ കഷ്ടപ്പെടുകയും സഹിഷ്ണുത സഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ നമുക്ക് പങ്കുണ്ട് എന്ന് നമ്മൾ ഓർത്തോണം. 1 തെസ്സലോനിക്ക 4:17 കർത്താവ് രണ്ടാമത് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നൊരു കാര്യത്തെക്കുറിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് എഴുതുന്നുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആ കർത്താവിൻ്റെ മഹത്വത്തിൽ, ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ നമുക്കൊരു പങ്ക് കിട്ടും. റോമാലേഖനം 5:2 ഇത് ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഇടുങ്ങിയ വാതില, പക്ഷേ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു കൃപയാല. ദൈവമഹത്വത്തിൽ പങ്കുചേരാം എന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മുമ്പ് ഒരു വാചകം പറഞ്ഞില്ലേ, പല കാര്യങ്ങളിൽ അസ്വസ്ഥതയും ഉത്കണ്ഠാകുലരും ആയിരിക്കുന്നു. വേണ്ട, അഭിമാനത്തോടുകൂടി നമുക്ക് അങ്ങിരിക്കാം. എന്താണ് നമുക്ക് അഭിമാനിക്കാനുള്ളത്? ദൈവമഹത്വത്തിൽ പങ്കുചേരാം എന്നുള്ളൊരു പ്രത്യാശ നമുക്കുണ്ട്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇനി 3:15 വാക്യങ്ങളുടെ അതിനാൽ നമ്മിൽ പൂർണ്ണത പ്രാപിച്ചവർ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ. ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ ഭിന്നമായി ചിന്തിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് അത് വ്യക്തമാക്കി തരും. പൂർണ്ണത പ്രാപിച്ചവർ എന്നൊരു വാക്ക് പൗലോസ് ഉപയോഗിക്കുന്നു. എന്താണ് പൂർണ്ണത പ്രാപിച്ചവർ? അത് നല്ല രീതിയിൽ ക്രിസ്തീയ ജീവിതം രൂപപ്പെട്ടവർ എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം. നല്ല രീതിയിൽ ക്രിസ്തീയ ജീവിതം രൂപപ്പെട്ടവർ. 1 കൊരിന്ത്യർ 2:6 എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ നാശോന്മുഖമായ അധികാരികളുടെ വിജ്ഞാനവും അല്ല. 1 കൊരിന്ത്യർ 14:20 പറഞ്ഞിരിക്കുന്നു, സഹോദരരെ, ചിന്തയിൽ നിങ്ങൾ ശിശുക്കളായിരിക്കരുത്. തിന്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൈതങ്ങളെപ്പോലെയും ചിന്തയിൽ പക്വമതികളെപ്പോലെയും ആയിരിക്കുവിൻ. ശിശുക്കളായിരിക്കാൻ പറഞ്ഞത് തിന്മയെ സംബന്ധിച്ച. അപ്പോൾ തെറ്റൊന്നും ചെയ്യാൻ പാടില്ല. ചിന്ത അത് നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഉറക്കണമല്ല, പക്വമതികളെപ്പോലെയും ആയിരിക്കണം. എബ്രായ ലേഖനത്തിൽ ഈ കാര്യമുണ്ട്. 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ. പാല് കുടിച്ചു ജീവിക്കുന്നവർ നീതിയുടെ വചനം വിവേചിക്കാൻ വൈദഗ്ധ്യമില്ലാത്തവനാണ്, എന്തെന്നാൽ അവൻ ശിശുവാണ്. ശിശുക്കളാണ് അവർ. പാല് കുടിച്ചൊക്കെ ജീവിക്കുന്നു. ആദ്യമൊക്കെ അത് മതി, പക്ഷേ പിന്നീട് എന്നും ഈ പാല് കുടിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? അത് പോരാ. കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ്. അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മതിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ്. അതാണ് പക്വമതികൾ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ നീതിയുടെ വചനം വിവേചിക്കുവാൻ കഴിവില്ലാത്തവരെ ശിശുക്കൾ എന്ന് വിളിക്കുന്നു. പുതുതായി വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരെയും ഈ ഗണത്തിൽ നമുക്ക് ഉൾപ്പെട്ട് ചിന്തിക്കാൻ സാധിക്കും. കാര്യം, വിശ്വാസം ഇങ്ങനെ വന്നു, അതിനെ പഠിച്ച് പിന്നെയും വളർന്നു വരണമല്ലോ. ശിശുക്കൾ, പ്രായം കൊണ്ടുള്ള ശിശുക്കൾ ഒക്കെ അത് ആയിട്ടില്ല, പക്ഷെ അത് വരണം. പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരെ ഉടൻ തന്നെ അവരങ്ങ് വിചാരിക്കരുത് എനിക്കിതെല്ലാം അങ്ങ് അറിയാമെന്ന്. രക്ഷയെ സംബന്ധിക്കുന്ന ആ ചുരുങ്ങിയ വിവരം അറിഞ്ഞിരിക്കണം. പിന്നീട് നമ്മൾ പഠിച്ചല്ലേ വലുതാകേണ്ടത്, അങ്ങനെ പഠിച്ച് വലുതാകണം.
എന്നും ഈ ശിശു പോലെ ഇരുന്നാൽ പോരാ, വളരണം. കൊളോസോസ് 1:28 എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. പൗലോസ് എഴുതിയിരിക്കുകയാണ്. പൗലോസ് എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുന്നു. ആത്മീയമായ തലത്തിലെ കാര്യമാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില ലോകസംബന്ധമായ കാര്യങ്ങൾ ചിലപ്പോൾ അറിയേണ്ടതായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതും അങ്ങ് അറിയണം. കാര്യം ഇത് ബന്ധപ്പെടുത്തി നമുക്ക് വിശദീകരിക്കാൻ പലതും കാണും. പൗലോസ് പറയുന്നു, ഞാൻ സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുന്നു. ആത്മീയമായ തലത്തിലെ കാര്യമാണ് പറയുന്നത്. അത് പഠിപ്പിച്ചെങ്കിലല്ലേ അവർ പഠിക്കാനൊക്കെ ഉള്ളൂ. പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞാൽ പോരല്ലോ, പഠിപ്പിക്കുകയും വേണം. അപ്പോൾ പഠിപ്പിക്കാൻ പ്രാപ്തിയുള്ളവർ, ദൈവകൃപ ലഭിച്ചവർ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. അധ്യാപനം ആത്മീയതലത്തിലാണ് പറയുന്നത്. ദൈവം തരുന്ന ഒരു വരമാണ്, ഒരു ദാനമാണ്. അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കണം. അത് ക്രിസ്തുവിൽ അവർ പക്വത പ്രാപിക്കാൻ വേണ്ടിയാണ്. സർവ്വവിജ്ഞാനവും പഠിപ്പിക്കണം. അപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകരെന്നുള്ള നിലയിൽ ഈ പഠനം നിർത്തിക്കളയരുത്. അത് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവ് കൂടുതൽ ആഴമായ അർത്ഥതലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്ന് തന്നെയുമല്ല, ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞിരിക്കുന്നു, ദൈവം നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. കാരണം ചില വിഷയങ്ങളെ സംബന്ധിച്ച് വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരും. അറിവുള്ളവരോട് ചോദിക്കാം. ഇനി അറിവുള്ളവരോട് ചോദിച്ചാലും പലർക്കും പല അഭിപ്രായങ്ങളും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും കാണും. വിഷമിക്കണ്ട, കർത്താവിനോട് പ്രാർത്ഥിക്കണം. സത്യം എന്താണ് ഇതിൽ? കർത്താവ് നമുക്കത് വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിട്ട് യേശു ഇങ്ങനെയും പഠിപ്പിച്ചു. യോഹന്നാൻ 14:26 എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട, പ്രാർത്ഥനയിൽ അത് പറഞ്ഞാൽ മതി. ആ വിഷയത്തെക്കുറിച്ച് നമുക്കത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരാതിരിക്കത്തില്ല. അതവിടെ പറഞ്ഞ് പഠിപ്പിക്കും. നമ്മളങ്ങ് ചോദിച്ചാൽ മതി. അതല്ലേ കർത്താവ് പറഞ്ഞത് നമ്മളോട്, ചോദിക്കുകയും നിങ്ങൾക്ക് തരപ്പെടും. ചോദിക്കുന്നത് തരാതൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളിൽ സമറിയക്കാരി സ്ത്രീയുടെ യേശുവുമായിട്ടുള്ള സംഭാഷണത്തെക്കുറിച്ച് വായിച്ചതാണ്. അവർ സമറിയക്കാരി സ്ത്രീ, യഹൂദ സ്ത്രീ പോലും അല്ല. കിണറിൻ്റെ കയ്യിൽ യേശു ഇരിക്കുമ്പോൾ അവർ വെള്ളം കോരാൻ വന്നപ്പോഴേ സംഭാഷണത്തിനിടയിൽ അവർ ഇങ്ങനൊരു കാര്യം പറഞ്ഞു, ക്രിസ്തു വരുമെന്നും അവൻ വരുമ്പോൾ ഞങ്ങളെ എല്ലാം പഠിപ്പിക്കുമെന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അയ്യോ, വെള്ളം കോരാൻ വന്ന ഒരു സമറിയക്കാരി സ്ത്രീക്ക് ആ അറിവുണ്ട്. ക്രിസ്തു വരുമെന്ന് നമുക്കറിയാം. ക്രിസ്തു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമെന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. യേശു പല കാര്യങ്ങളും പഠിപ്പിച്ചല്ലോ, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അവൾക്ക് അങ്ങനെ തോന്നിയത്. ക്രിസ്തു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ക്രിസ്തു ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തി അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ക്രിസ്തു. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ക്രിസ്തു. കണ്ടോ, ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. 1 യോഹന്നാൻ 2:27 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവീൻ. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവീൻ. അടുത്ത വാചകം കൂടെ നമുക്ക് കയറാം. 3:16
എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാവണം നമ്മുടെ പ്രവർത്തനം. പൗലോസിന്റെ കാര്യം നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പ്രവർത്തിക്കുന്നു. ചിലർക്ക് കൂടുതൽ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ താല്പര്യരായി കൂടുതൽ മുന്നോട്ട് കാര്യങ്ങളിലോട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങും. നല്ലത് തന്നെയാണല്ലോ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഓർത്തണമെന്നാണ് പൗലോസ് പറയുന്നത്, നേടിയെടുത്ത ചില കാര്യങ്ങളുണ്ട്, മുറുകെ പിടിക്കണം. അത് നഷ്ടപ്പെടുത്തിയിട്ടല്ല മുന്നോട്ട് പോകേണ്ടത്. നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാവണം നമ്മുടെ പ്രവർത്തനം. പ്രവർത്തന രംഗങ്ങൾ കാണുമ്പോൾ സന്തോഷത്തോടും ആഹ്ലാദത്തോടും ഉത്സാഹത്തോടും കൂടി അതിലേക്ക് ചാടി വീണ് പ്രവർത്തിക്കുന്നവരുണ്ട്. നേടിയെടുത്ത പലതും അങ്ങ് വിട്ടുപോകും, കളയും. എന്തെല്ലാം വിശ്വാസത്തിങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചതാ, ക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസം. പക്ഷെ പലതും അവരങ്ങ് വിട്ടുകളയും. മറ്റ് ചില കാര്യങ്ങളിലേക്ക്, സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിലോട്ടൊക്കെ കയറി അങ്ങ് പ്രവർത്തിക്കും. പ്രവർത്തിക്കേണ്ടതെന്നല്ല പറഞ്ഞത്, നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം പിന്നെ മുന്നോട്ട് പോകാൻ. വിശ്വാസികളുടെ നടപ്പിനെ സംബന്ധിച്ച് ചില ഉണ്ടായിരിക്കണം. ചിലതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, ആത്മീയത വേണം. ഗലാത്യർ 5:16 പറയുന്നു, നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവീൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. രണ്ട് കാര്യങ്ങളാണ്, ആത്മാവ്, ജഡം. ജഡത്തിന് ചില കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ട്, അതങ്ങ് തൃപ്തിപ്പെടുത്തിയിട്ട് റെസ്റ്റ് എടുത്തിട്ട് വന്നിട്ട് ആത്മാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപരിച്ചോളാം എന്ന് പറയാൻ പാടില്ല. ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത്, അതങ്ങ് കള. എന്ത് ചെയ്യണം? ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കണം. ആത്മാവ് നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരും, ആ പ്രേരണയനുസരിച്ച് നമ്മൾ വ്യാപരിക്കണം. വേറൊരു കാര്യം, നമ്മളെ വിളിച്ചിരിക്കുക ചില കാര്യങ്ങൾ ചെയ്യാൻ, ആ വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ ജീവിക്കണം. എഫേസ്യോസ് 4:1-2 വാക്യങ്ങൾ പറയുന്നത്, കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവീൻ, പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർദ്ധിക്കുവീൻ. നമ്മുടെ വിളിക്ക് യോജിച്ച രീതിയിൽ തന്നെ വേണം. ചില യോഗ്യതകളാണ് പറഞ്ഞത്, പൂർണ്ണമായ വിനയം, ശാന്തത, ദീർഘക്ഷമ, സ്നേഹപൂർവ്വം പെരുമാറ്റം, ഇതെല്ലാം നമുക്കുണ്ടായിരിക്കണം. അടുത്തൊരു കാര്യം, നമ്മൾ വിവേകികളെ പോലെ പ്രവർത്തിക്കണം. എഫേസ്യോസ് 5:15-16 വാക്യങ്ങളിൽ, നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ശ്രദ്ധിക്കണം, പൗലോസ് പറഞ്ഞത് ഇപ്പോൾ തിന്മയുടെ ദിനമാണെന്ന് പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അന്നും അങ്ങനെ ആയിരുന്നു പൗലോസിൻ്റെ ആ കാലത്തും, ഇന്നും അങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമാണ്. തിന്മയുടെ ദിനങ്ങൾ ആണ്. നോഹയുടെ കാലത്ത് ജനമെല്ലാം, മനുഷ്യർ മുഴുവനും തിന്മയിൽ നിറഞ്ഞതുകൊണ്ട് ജലത്താൽ ലോകം മുഴുവനും ദൈവം നശിപ്പിച്ചു. തിന്മയുടെ ദിനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതൊന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. പകലുള്ളിടത്തോളം ഞാൻ കർത്താവിന് വേലകൾ ചെയ്യേണ്ടതല്ലേ എന്ന് യേശു ചോദിക്കുന്നുണ്ട്. ആ പൂർണ്ണ സമയവും നമ്മൾ ഉപയോഗിക്കണം. മാനുഷികമായ രീതിയിൽ ചില വിശ്രമം ആവശ്യമുള്ളിടത്ത് വിശ്രമിക്കാം, എങ്കിലല്ലേ നമുക്ക് ജീവിച്ചിരിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സമയവും നമ്മൾ പ്രയോജനപ്പെടുത്തണം, പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തണം. ഞാനത് പിന്നെ ചെയ്തോളാം, ഒരമണിക്കൂറത്തെ വർക്കല്ലേ ഉള്ളൂ, ഞാൻ ചെയ്തോളാം, അങ്ങനെ പറഞ്ഞു വിടുകയല്ല. നമുക്ക് കിട്ടുന്ന സമയം മുഴുവൻ അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. പ്രയോജനപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ആത്മീയമായ തലത്തിൽ അതിന് വലിയ അർത്ഥമുണ്ട്. അതിലാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ഇനി അല്ലാതെ ലോകത്തിൻ്റേതായ നമ്മുടെ കടമകൾ നിർവഹിക്കാനുള്ള ഒത്തിരി ജോലികളൊക്കെ കാണുമല്ലോ, അത് നമ്മൾ ഈ മാറ്റി വെക്കാതെ അതും നമ്മുടെ ഒരു ജോലിയാണ് എന്ന് മനസ്സിലാക്കി അതും പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്യണം. സമയം ഒട്ടും നഷ്ടപ്പെടുത്തരുത്. സമയത്തിൻ്റെ ഒരു പ്രത്യേകത, നഷ്ടപ്പെട്ടു പോകുന്ന സമയം പിന്നീട് ഒരിക്കലും കിട്ടത്തില്ല. കുറച്ച് രൂപ നഷ്ടപ്പെട്ടു പോയി, സമ്പാദിച്ചെടുക്കാം.
പോയ വഴിക്ക് 100 രൂപ കളഞ്ഞു പോയി, അങ്ങനെ നോക്കി കിട്ടിയില്ല. അത് വേണമെങ്കിൽ ഒരു 100 രൂപ പിന്നെ നമുക്ക് വേറൊരിടത്ത് വെച്ച് സമ്പാദിച്ചെടുക്കാം. നഷ്ടപ്പെട്ടു പോകുന്ന മറ്റ് സാധനങ്ങളെല്ലാം സമ്പാദിക്കാം. പക്ഷെങ്കിൽ സമയത്തിൻ്റെ കാര്യത്തിൽ അത് പറ്റത്തില്ല. ഒരിക്കൽ തന്നതാ ദൈവം, അത് ഉപയോഗിച്ചോണം. അത് വേണ്ടെന്ന് വെച്ചാൽ ആ നഷ്ടപ്പെട്ടത് പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല. പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കണം, ജോലി ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, നമുക്ക് തന്നിരിക്കുന്ന ആ സമയം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തണം, നഷ്ടപ്പെടുത്താൻ പാടില്ല. കണക്ക് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. എന്തിനാ ഞാൻ തന്ന സമയം നീ നഷ്ടപ്പെടുത്തിയത്? പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാരണം, ഈ കൽപ്പനകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. 1 യോഹന്നാൻ 2:3, നാം അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നു എന്ന് തീർച്ചയാക്കാം. കൽപ്പനകളെല്ലാം നമ്മൾ പാലിക്കണം. പിന്നീട് 5-മതൊരു പോയിൻ്റ്, ഈ നമ്മുടെ ജഡിക പ്രവണതകളനുസരിച്ച്, ജഡിക പ്രവണതകളെ അല്ല നമ്മൾ അനുസരിക്കേണ്ടത്. റോമർ 8:8 പറയുന്നു, ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരെല്ലാം ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. നമ്മൾ ക്രിസ്തുവിനുള്ളവരായിരിക്കണമല്ലോ. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനുള്ളവർ അല്ല. വിശ്വാസം പ്രായോഗികമായി ആക്കുന്നവർക്ക് ദൈവം ചില വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ട്. അതുകൂടെ ഒന്ന് വേഗം നോക്കാം. പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി കിട്ടും. മത്തായി 21:21-22 വാക്യങ്ങളിൽ യേശു പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്ത ഈ കാര്യം മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതും സംഭവിക്കും. വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈ മലയോട് മാറി കടലിൽ ചെന്ന് വീഴുക, അത് സംഭവിക്കും. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ മലയെന്ന് കണക്കാക്കുകയാണെങ്കിൽ ഈ എൻ്റെ ജീവിതത്തിലെ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിലെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാകുന്ന മലകൾ അവിടെ നിന്നും ഇളകി പോയി ദൂരെ പോയി വീഴട്ടെ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. പിന്നീട് കർത്താവിനെ അനുഗമിക്കുന്നവർക്ക്, വിശ്വാസം പ്രായോഗികമാക്കുന്നവർക്ക് ലഭിക്കുന്ന വാഗ്ദാനങ്ങളിൽ വേറൊന്ന്, മക്കളാകുവാൻ അവകാശം ലഭിച്ചിട്ടുണ്ട്. യോഹന്നാൻ 1:12 പറയുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ മക്കളാകുവാൻ അവന് കഴിവ് നൽകി. സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം മക്കളാകാൻ അവകാശം നൽകി. വേറൊന്ന്, നമുക്കൊരു ശക്തി ലഭിക്കും. യോഹന്നാൻ 14:12 പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും ചെയ്യും. വേറൊരു കാര്യം, ഒരു ആത്മസ്വസ്ഥത നമുക്ക് ലഭിക്കും നമ്മൾ വിശ്വാസത്തിൽ കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ. ഹെബ്രായ ലേഖനം 4:3 പറയുന്നു, എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്താണ് വിശ്രമം? സ്വസ്ഥതയാണ്, ആത്മസ്വസ്ഥത. അതിലേക്ക് നമ്മൾ പ്രവേശിക്കും. ആ ഒരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. ദൈവം നമ്മളെ നടത്തട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് ഫിലിപ്പിയ ലേഖനം 3:12-16 വരെയുള്ള വാക്യങ്ങളാണ്. മാനുഷികമായ അപൂർണതയെക്കുറിച്ച് നാം മനസ്സിലാക്കി. യേശുവിനെ അനുഗമിക്കുന്നവർക്കുള്ള വാഗ്ദാനങ്ങളും നാം കണ്ടു. ലക്ഷ്യം ഒരു കാര്യം മാത്രം മതി, ആത്മീയവളർച്ചയ്ക്ക് നമുക്ക് കൃപ ലഭിക്കുന്നു. ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ നാം പങ്കാളികളാകും. ആ കാര്യം നമ്മൾ ധ്യാനിച്ചു. പൂർണ്ണത പ്രാപിച്ചവർ എങ്ങനെ ജീവിക്കണമെന്ന് നാം കണ്ടു. വിശ്വാസം പ്രായോഗികമാക്കുന്നവർക്കുള്ള വാഗ്ദാനങ്ങളെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങളൊക്കെയും ചിന്തിച്ചു. അടുത്ത 174-ാമത്തെ എപ്പിസോഡിൽ ഫിലിപ്പിയർ 3:17 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.